नमो विष्णुराय नमस्ते सारस्वती गौरवाणी जय श्री कृष्ण ഹരേ കൃഷ്ണ. ശരിക്കും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ പ്രഭുപാദ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ബുക്കുകളിൽ വായിച്ചിട്ടുണ്ട് എല്ലാവരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രഭുപാദ് ചെയ്ത അത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അനുകരിക്കാൻ പറ്റില്ല ഒരിക്കലും. അവരുടെ പവർ കാര്യങ്ങളൊന്നും നമുക്കില്ല, ഒരിക്കലില്ല. പക്ഷേ അതിൽ 1% നമ്മളത് ചെയ്യാൻ ശ്രമിക്കണം. 1% അറ്റ്ലീസ്റ്റ് ഭഗവാൻ പറഞ്ഞ സ്വല്പം അഭ്യസ ധർമ്മസ്യാണ്. 1% ചെയ്താൽ പോലും അതിന് കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഒരല്പമെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രഭുപാദ് ചെയ്ത സേവനങ്ങളെ പിന്തുടർന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ 1% 10, 20, 100 അങ്ങനെ ആക്കി മാറ്റണം. കാര്യം പ്രഭുപാദ് പോലും നമ്മളാണെങ്കിൽ പോലും ഒരു 60, 65 ഇപ്പോൾ 50 വയസ്സായപ്പോൾ തന്നെ മാക്സിമം ഒരു അമ്പലത്തിൽ പോവും, അവിടെ പൂജയൊക്കെ കാര്യങ്ങൾ ചെയ്യും, അറ്റൻഡ് ചെയ്യും, പോകുന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യില്ല. പക്ഷേ പ്രഭുപാദ് അങ്ങനെയല്ല ചെയ്തത്. പ്രഭുപാദ് അത്രയും പ്രായമുള്ള സമയത്ത് പോലും അദ്ദേഹം ഇതെല്ലാം വിട്ടിട്ട് അദ്ദേഹം പുറത്തേക്കാണ് പോയത്. കടൽ കടന്ന് പോയിട്ട് ഒരു കൃഷ്ണനെ പറ്റി ഒന്നും അറിയാത്ത സ്ഥലത്ത് പോയിട്ട് പ്രീച്ച് ചെയ്ത് എല്ലാ മുക്കിലും മൂലയിലും ഭഗവാന്റെ നാമം എത്തിച്ചത്, ഭഗവാനെക്കുറിച്ച് സംബന്ധിച്ച കാര്യങ്ങൾ എത്തിച്ചത്, ഭഗവത്ഗീത എത്തിച്ചത്. അപ്പം നമ്മൾ പ്രഭുപാദ് പറയുന്ന കാര്യങ്ങൾ, ഗ്ലോറിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്ലോറിഫൈ ചെയ്യാൻ നമുക്ക് ഇത് പറഞ്ഞ ബുക്കുകളെല്ലാം വായിച്ചാൽ ഡെയിലി നമ്മൾ പ്രഭുപാദ് ലീലാമൃതം വായിക്കുന്നതാണ്, ബയോഗ്രഫി വായിക്കുന്നതാണ്, നമുക്ക് ആ സന്തോഷം കിട്ടും. പക്ഷേ അതിൻ്റെ 1% നമ്മളെല്ലാവരും ചേർന്ന് കൂട്ടായി മാതാജി പറഞ്ഞ പോലെ തന്നെ പ്രഭുപാദിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഒരു ഡിവോട്ടി ഇവിടെ പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ വിട്ടുപോകുക എന്നുള്ളത്. അതൊരിക്കലും പ്രഭുപാദിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഡിവോട്ടി പോലും ഇവിടുന്ന് പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഭക്തന്മാരെ ഉപദ്രവിക്കുന്നതാണ് അല്ലേ. ഭഗവാനെ നമ്മളൊരു ഇടി ഇടിച്ചാലും ഭഗവാൻ ക്ഷമിക്കും നമ്മളത്, പക്ഷേ ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ ഭഗവാൻ ക്ഷമിക്കില്ല. അതേപോലെ തന്നെ ഒരു ഭക്തൻ ഇവിടുന്ന് ഈ സംഘടനയിൽ വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായാൽ അതായിരിക്കും പ്രഭുപാദിന് ഏറ്റവും വിഷമമുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക, ഞാനടക്കം. ഹരേ കൃഷ്ണ. ഇത്ര പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ സേവനം ശരിക്കും നമ്മുടെ നാമജപത്തിൻ്റെ തന്നെ അർത്ഥം എന്താണ്? നമ്മുടെ നാമജപത്തിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലും ഗോപിമാരുടെ എങ്ങനെയെങ്കിലും കൃഷ്ണൻ്റെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തി തരണേ എന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ 16 മാല ജപിച്ച് പറയുകയാണ്. അപ്പം എന്ത് സേവ കിട്ടിയാൽ, ഞാൻ ഇന്നലെ മാതാവിയോട് പറഞ്ഞുള്ളൂ, ഇന്ന സേവ പറയണമെന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണും നമ്മൾ സേവകൾ, അത് ഒരാളും പറയണമെന്നില്ല, നമുക്ക് ചെയ്യാം. അത് ഭഗവാൻ ഒന്നുകൂടി ഇഷ്ടപ്പെടും, പ്രഭുപാദിന് ഇഷ്ടപ്പെടും. കാര്യം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ ഭാഗം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് ഒരാളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് ജോയിൻ ചെയ്ത് അത് പൂർത്തിയാക്കണം. അപ്പോൾ അത് കറക്റ്റാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രമിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. 2 പ്രണാമം. ശില പ്രഭുപാദ് കി ജയ്.